പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരു മനുഷ്യനെ ആദരിക്കാൻ, മാനിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയുവാൻ ശത്രുവിൻ്റെ ഒരു പദ്ധതികൾക്കും കഴിയുകയില്ല. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. രാജാവ് ബഹുമാനിക്കുവാൻ ഇരിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്നെയല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ്. ചരിത്രം പഠിച്ചു വരുമ്പോൾ എസ്തേർ, ഹാമാൻ, മൊർദെഖായി എന്നിവരുടെ ചരിത്രം എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എസ്തേറിനെ ദൈവം മാനിച്ചു. എസ്തേറിനെ അനാഥത്വത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ദൈവം എസ്തേറിനെ എത്തിച്ചു. മൊർദെഖായി എന്ന ചിറ്റപ്പൻ എസ്തേറിനെ വളർത്തി വലുതാക്കി. മൊർദെഖായി എന്ന വ്യക്തിയുടെ ഇരിപ്പ് നമുക്കറിയാം. രാജാവിൻ്റെ വാതിൽക്കലാണ് മൊർദെഖായി ഇരിക്കുന്നത്. 5-ാം അധ്യായം 9-ാം വേദഭാഗം പഠിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രാജാവിൻ്റെ വാതിൽക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാതെയും ഇരിക്കുന്നത് കൊണ്ട്, അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലാണ് മൊർദെഖായിയുടെ ഇരിപ്പ്. ഹാമാന് രാജാവിൻ്റെ സന്നിധിയിൽ, രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെ ബോധിപ്പിക്കുവാനും കാര്യങ്ങളെ പറയുവാനുമുള്ള അധികാരവുമുണ്ട്. പക്ഷേ മൊർദെഖായിയുടെ ഇരിപ്പിൽ മൊർദെഖായി ഹാമാൻ്റെ ഹൃദയത്തിനകത്ത് ഒരു നിഗളഭാവം, അല്ലെങ്കിൽ ഞാനെന്ന ഒരു ഭാവം, ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവത്തിൽ താൻ തുടരുമ്പോൾ മൊർദെഖായി അത് കാണാതെ ഇരിക്കുകയും മൊർദെഖായി തന്നെ വണങ്ങാതിരിക്കുകയും ചെയ്തതുകൊണ്ട് മൊർദെഖായി എന്ന വ്യക്തിയെ നശിപ്പിച്ച് കളയുവാൻ താൻ ഒരു തീരുമാനമെടുക്കുന്നു. ഒന്നാമതായി താൻ ചെയ്യുന്നത് 5-ാം അധ്യായം 10-11 വേദഭാഗം പഠിക്കുമ്പോൾ കാണുന്നത്, മൊർദെഖായി വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും തൻ്റെ ഭാര്യയൊക്കെ കൂട്ടി ഒരു ആലോചന സഭ കൂട്ടുകയാണ്. അതേ, ഇന്നതുപോലെ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ എന്ത് ചെയ്യണം? തകർത്ത് കളയണം. ആ വ്യക്തി ഇനി അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് ഉള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്ന് താൻ ആലോചന കൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവനെതിരായിട്ടുള്ള ആലോചനകൾ വ്യർത്ഥമായി പോകുവാനിടയായി തീരും. നാം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങയ്ക്കെതിരെ ആരൊക്കെ ഗൂഢാലോചനകൾ ചെയ്താലും, അങ്ങയെ തകർത്ത് കളയാൻ ആരൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും, അതിനെയെല്ലാം തരണം ചെയ്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും. കർത്താവിന് സ്തോത്രം. അതേ, ഹാമാനും കൂട്ടരും ഒരുമിച്ച് പദ്ധതി ഒരുക്കുകയാണ്. മൊർദെഖായിയെ ഇനിയും അവിടെ ഇരുത്താൻ പാടില്ല. അവർ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. 5-ാം അധ്യായം 14-ാമത്തെ വേദഭാഗത്തിൽ ഒരു കഴുമരം ഒരുക്കുക, 50 മുഴം നീളമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക. വായിച്ച് നിർത്തുമ്പോൾ കാണുന്നു, അതിനുവേണ്ടി ഹാമാൻ എന്ത് ചെയ്തു? ഈ കാര്യം ഹാമാന് ബോധിച്ചതുകൊണ്ട് അവൻ കഴുമരം ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എന്നിട്ടാണ് രാജാവിൻ്റെ സന്നിധിയിലൊക്കെ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഹാമാൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ താൻ കേൾക്കുന്ന ഒരു വാർത്തയാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. രാജാവ് ഹാമാനോട് ചോദിക്കുന്നു, അതേ, ഈ രാജ്യം ഭരിക്കുന്ന രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് എന്തെല്ലാം കൊടുക്കണം? പ്രിയപ്പെട്ടവരെ, നമ്മെ അപമാനിച്ചവരെ കൊണ്ട് തന്നെ, നമ്മെ നിന്ദിച്ചവരെ കൊണ്ട് തന്നെ സ്തോത്രം, നമുക്ക് മാന്യത തരുന്ന, അല്ലെങ്കിൽ മാന്യതയുണ്ടെന്ന് തെളിയിപ്പിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം ചെയ്യും. നാം കേട്ടിട്ടുള്ള നിന്ദയും നാം കേട്ടിട്ടുള്ള പരിഹാസങ്ങളും അപഹാസ്യങ്ങളും കണ്ട്
മനം തണുത്ത് തളർന്നുപോയ ഒരു സാഹചര്യം ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുൻപിൽ കണ്ടേക്കാം. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതേ, ഹാമാൻ ഒട്ടും ഇഷ്ടമില്ലാതെ മൊർദെഖായിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഹാമാനെ കൊണ്ട് തന്നെ ചലിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ കഴുമരം ഒരുക്കുന്നു. അതേ കൊട്ടാരത്തിൽ മൊർദെഖായിയെ വാഴിക്കാനുള്ള ദൈവിക പദ്ധതിയും ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഹാമാനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്തെല്ലാം കൊടുക്കണം? ഹാമാന്റെ തീരുമാനം, ഞാനാണല്ലോ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ, എന്നെയാണല്ലോ. അപ്പം ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും നല്ലതാണല്ലോ പറയേണ്ടത്. ഒന്ന്, അവിടെ പറയുന്നത് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന ആ മിസ്റ്റർ പുരുഷന് രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രം കൊടുക്കണം. 2, രാജാവ് കയറുന്ന കുതിര കൊടുക്കണം. 3, രാജാവ് തലയിൽ വയ്ക്കുന്ന രാജകിരീടം. ഒന്നും കൂടെ പറഞ്ഞാൽ, രാജാവിന് തത്തുല്യമായൊരു സ്ഥാനം അലങ്കരിക്കുന്നതുപോലെ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്നവന് കൊടുക്കണം. മൊർദെഖായി നാളിതുവരെ ഇരുന്നത് രാജാവിൻ്റെ വാതിൽക്കല. അകത്തോട്ട് കയറിയോ ഇല്ലയോ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അതിങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ആ മൊർദെഖായിയുടെ ഇരിപ്പ് രാജാവിൻ്റെ വാതിൽക്കലാണ്. ഹാമാൻ അകത്ത് കയറാം, ഹാമാന് പദ്ധതികൾ ഒരുക്കാം, ഹാമാന് രാജാവിൻ്റെ മുന്നിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാം. പക്ഷെങ്കിൽ ദൈവം ഒരുവനെ ഉപയോഗിക്കാൻ, ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ, ആദരിക്കാൻ തീരുമാനിച്ചാൽ ശത്രു ഒരുക്കുന്ന പദ്ധതികൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പം രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന ഒരു രാജവസ്ത്രം കൊടുക്കണം, രാജാവ് കയറുന്ന കുതിര കൊടുക്കണം, രാജാവ് തലയിൽ വയ്ക്കുന്ന രാജകിരീടം കൊടുക്കണം. അപ്പോൾ രാജാവിൻ്റെ വാക്കുപോലെ അവൻ്റെ വാക്ക് പ്രതിഫലിക്കും. രാജാവിന് കൊടുക്കുന്ന ബഹുമാനം അതേ ആ മനുഷ്യന് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ അപഹാസ്യമായി തീർന്ന, നാളിതുവരെ നിന്ദിക്കപ്പെട്ട, നാളിതുവരെ നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നീ തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ വിധിയെഴുത്തുകളെ പിന്തള്ളിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ എനിക്കും നിങ്ങൾക്കുമായി ചലിപ്പിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 5-ാം അധ്യായത്തിൽ ഉണ്ടാക്കിയ കഴുമരം എന്തിനാ? നാടൊട്ടാകെ കണ്ട് മൊർദെഖായി അതിൽ തകർന്നു പോകണമെന്നുള്ള ഒരു ആലോചന, കൂട്ടം കൂടിയ ഒരു ആലോചന. എന്നാൽ 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എന്താണോ ഹാമാൻ തീരുമാനിച്ചതിന് അതിന് എതിരായി ദൈവം ഒരു തീരുമാനം ഹാമാനിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നും നിന്ദിതയായി നിൽക്കാൻ, അപഹാസ്യമായി നിൽക്കാൻ, അപമാനിക്കപ്പെടാൻ വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ട്. അങ്ങ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? അങ്ങ് കരയുന്നൊരു വ്യക്തിയാണോ? അങ്ങേ മാനിക്കുന്നൊരു ദിവസം നിശ്ചയമായി വെളിപ്പെടും. ഇന്നിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും കണ്ട് ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്നും ഇങ്ങനെ തന്നെ തുടരുമെന്നും ഇങ്ങനെ അങ്ങ് അവസാനിച്ച് തീരുമെന്നും തീരുമാനിക്കാൻ വരട്ടെ. നമ്മെ മാനിക്കുന്ന, ആദരിക്കുന്നൊരു സുദിനമുണ്ട്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മുടെ മേൽ വെളിപ്പെടും. പ്രാർത്ഥനയിൽ തുടർന്നാൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ തുടർന്നാൽ, ഹാമാൻ ഒരുക്കുന്ന കുരുക്കുകൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ പ്ലാനുകൾ നമുക്ക് വേണ്ടി ചലിക്കും. ആരാണോ നമുക്ക് വേണ്ടി കുഴി കുഴിച്ചത്, ആരാണോ നമുക്ക് വേണ്ടി കഴുമര ഒരുക്കിയത്, അതിൽ അവൻ തന്നെ തകരുകയും ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ചലിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കുമെന്ന വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.